Hello everyone, welcome to the class. Zeros of hyperbolic and trigonometric complex functions. So first we consider what are the zeros of trigonometric functions. That means we know the trigonometric function sin z, complex function ആണ് sin z. ഈ sin zന്റെ സീറോസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെ വാല്യൂസ് സെഡിന് കൊടുക്കുമ്പോഴാണ് sin z സീറോ ആവുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. അതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ sin z ഈക്വൽ ടു സീറോ ആണെങ്കിൽ z എത്ര? അതെന്ന് വെച്ചാൽ സെഡിന് എന്ത് വാല്യൂ കൊടുത്താൽ സൈൻ സീറോ ആവും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, സോ അത് നോക്കാനായിട്ട് നമുക്കറിയാം ഒരു കോംപ്ലക്സ് നമ്പർ സീറോ ആവണമെങ്കിൽ ഇപ്പോൾ സെഡ് സീറോ ആണെന്ന് വിചാരിക്കൂ, ദെൻ അതിൻ്റെ മോഡുലസ് വാല്യൂ എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോൾ മോഡുലസിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? സീറോ ആയിരിക്കും. കാരണം എന്താ? സെഡ് സീറോ എന്ന് പറഞ്ഞാൽ സീറോ പ്ലസ് സീറോ ആയി എന്നാണ് അർത്ഥം. അപ്പോൾ മോഡ് സെഡ് എന്താ? റൂട്ട് ഓഫ് അതിൻ്റെ റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ. ഇത് രണ്ടും സീറോ ആണെങ്കിൽ അതൊക്കെ ചെയ്താലും കിട്ടുന്ന വാല്യൂ സീറോ ആയിരിക്കില്ലേ? മോഡ് സെഡ് തന്നെ സീറോ ആണെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡും സ്ക്വയർ ചെയ്താലും നമുക്ക് സീറോ അല്ലേ കിട്ടുക? ഇത് നമുക്കറിയാം. അപ്പോൾ സെഡ് സീറോ ആണെങ്കിൽ മോഡ് സെഡ് സീറോ ആയിരിക്കും, അതേപോലെ മോഡ് സെഡ് സീറോ ആണെങ്കിൽ സെഡ് സീറോ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഞാനിവിടെ എന്ത് എഴുതുന്നു? സെഡ് ഈക്വൽ ടു സീറോ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറഞ്ഞാൽ സെഡ് സീറോ ആണെങ്കിൽ മോഡ് സെഡ് സീറോ ആയിരിക്കും, അതേപോലെ മോഡ് സെഡ് സീറോ ആണെങ്കിൽ സെഡ് സീറോ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതുകൊണ്ട് ഐ ക്യാൻ റൈറ്റ് സെഡ് ഈക്വൽ ടു സീറോ ഇഫ് ആൻഡ് ഓൺലി ഇഫ് മോഡ് സെഡ് ഈക്വൽ ടു സീറോ ആയിരിക്കും. റെഡി? അങ്ങനെയാണെങ്കിൽ സൈൻ സെഡ് എപ്പോഴാണ് സീറോ ആവുക? സൈൻ സെഡ് സീറോ ആവുന്നതാണല്ലോ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സൈൻ സെഡ് ഈക്വൽ ടു സീറോ ഇഫ് ആൻഡ് ഓൺലി ഇഫ് അതിൻ്റെ മോഡുലസ് സീറോ ആകണം. മോഡ് സൈൻ സെഡ് സീറോ ആവണം. ഈ മോഡ് സൈൻ സെഡ് സീറോ ആണെങ്കിൽ മോഡ് സൈൻ സെഡിൻ്റെ സ്ക്വയറും സീറോ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ മോഡ് സൈൻ സെഡ് സ്ക്വയറിനെ കുറിച്ച് നമുക്ക് നോക്കാം. മോഡ് സൈൻ സെഡ് സ്ക്വയർ ഈക്വൽ ടു സീറോ വിച്ച് ഈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് വിച്ച് ഇംപ്ലൈസ് മോഡ് സൈൻ സെഡ് സ്ക്വയർ ഈക്വൽ ടു സീറോ. ഇനി മോഡ് സൈൻ സെഡ് ഹോൾ സ്ക്വയർ എപ്പോഴാണ് സീറോ ആവുക? ഇത് സീറോ ആകുമ്പോൾ. അതെന്താ? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ കാര്യം പറയാൻ പോകുന്നത്. സോ മോഡ് സൈൻ സെഡ് സ്ക്വയർ സീറോ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ സീറോ. അതായത് സൈൻ സ്ക്വയർ എക്സും സൈൻ എച്ച് സ്ക്വയർ വൈയും സീറോ ആകുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? സൈൻ സ്ക്വയർ എക്സ് സീറോ എന്ന് പറഞ്ഞാൽ what you get? സൈൻ സ്ക്വയർ എക്സ് സീറോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈൻ്റെ ഏത് വാല്യൂസിനാണ് സീറോ ആവുന്നത്? എക്സ് എൻ പൈ ആകുമ്പോഴാണ് സൈൻ എൻ പൈസ് ആണ് സീറോ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് സൈൻ എക്സിൻ്റെ വാല്യൂ സീറോ ആവുന്നത് എക്സിന് എൻ പൈ വാല്യൂസ് വരുമ്പോഴാണ്. അതുകൊണ്ട് ഇതിന് നമുക്ക് എക്സ് എൻ പൈ എന്ന് എഴുതാം. ഇനി സൈൻ എച്ച് വൈ എപ്പോഴാണ് സീറോ ആവുന്നത്? ഹൈപ്പർബോളിക് ഫംഗ്ഷൻ സൈൻ അല്ലേ, ഹൈപ്പർബോളിക് സൈൻ ഫംഗ്ഷൻ സീറോ ആവണമെങ്കിൽ ആ വൈ സീറോ ആകണം. അപ്പോൾ ഈ വൈ സീറോ ആകുന്ന സമയത്തായിരിക്കും സൈൻ എച്ച് വൈ സീറോ ആകുന്നത്. ഇത് രണ്ടും സീറോ ആകുമ്പോഴാണ് ഇതിൻ്റെ സമ്മ് സീറോ ആകുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ ആവണം ആൻഡ് വൈ ഈക്വൽ ടു സീറോ ആവണം. ഈ രണ്ട് കേസിലാണ് ഇത് സീറോ ആവുന്നത്. ഇത് സീറോ ആകുമ്പോഴാണ് ഇത് സീറോ ആകുന്നത്. ഇത് സീറോ ആകുമ്പോഴാണ് ഇത് സീറോ ആകുന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ് ഇത് സീറോ ആകുമ്പോഴാണ് സൈൻ സെഡ് സീറോ ആകുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ സൈൻ സെഡ് സീറോ ആകുന്നത് ഏതൊക്കെ വാല്യൂസിനാണ്? എക്സിന് എൻ പൈയും വൈക്ക് സീറോയും കൊടുക്കുമ്പോൾ. എന്താണ് ഈ എക്സും വൈയും? സൈൻ സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് ഉണ്ടെങ്കിൽ അല്ലേ, ഈ സെഡാണ് എക്സ് പ്ലസ് വൈ. സെഡ് എന്താണ്? എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പോൾ എക്സ് ആണ് എൻ പൈ, വൈ ആണ് സീറോ. അപ്പോൾ വൈ സീറോ എന്ന് പറഞ്ഞു വെച്ചാൽ ഇത് പോയി. അപ്പോൾ നമുക്ക് സെഡ് ഇസ് ഈക്വൽ ടു എൻ പൈ തന്നെയല്ലേ കിട്ടുക? ശരിയല്ലേ? ദെർഫോർ ഐ ക്യാൻ സേ ദാറ്റ് സീറോസ് ഓഫ് സൈൻ സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് ഈക്വൽ ടു എൻ പൈ തന്നെയാണ്. റെഡി? സൈൻ സെഡ് ഈക്വൽ ടു സീറോ ഇഫ് ആൻഡ് ഓൺലി ഇഫ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് കേട്ടോ. ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ ആൻഡ് വൈ ഈക്വൽ ടു സീറോ വേർ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഈ എക്സും വൈയും എന്താണെന്ന് മറന്നു പോകരുത്. സെഡ് ആണ് എക്സ് പ്ലസ് ഐ വൈ. ഓക്കെ, സോ ദീസ് ആർ ദ സീറോസ് ഓഫ് ഓർ സൈൻ സെഡ് ഇസ് ഈക്വൽ ടു സീറോ മീൻസ് സെഡ് ഇസ് ഈക്വൽ ടു എൻ പൈ. അപ്പോൾ ഇതാണ് സൈൻ സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ സീറോ. റെഡി? ഇതേപോലെ നമുക്ക് കോസ് സെഡിൻ്റെ സീറോ ഡിസ്കസ് ചെയ്യാം. കോസ് സെഡിൻ്റെ സീറോസ് ഏതൊക്കെയായിരിക്കും? ഞാനത് ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ. മോഡ് കോസ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ. അപ്പോൾ ഇതേപോലെ തന്നെയാണ്. അപ്പോൾ മോഡ് കോസ് സെഡ് സ്ക്വയർ സീറോ എന്ന് പറഞ്ഞാൽ മോഡ് കോസ് സെഡ് സീറോ ആകണം. കോസ് സെഡ് സ്ക്വയർ സീറോ പറഞ്ഞാൽ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ സീറോ ആകണം. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എച്ച് സ്ക്വയർ വൈ സീറോ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും സീറോ ആകുന്ന വാല്യൂസ് ഏതൊക്കെയെന്നാണ് ചോദ്യം.
അപ്പോൾ ഇത് 0 ആവുന്നത് എപ്പോഴാണ്? കോസിൻ്റെ വാല്യൂ 0 ആകുന്നത് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 ലാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ എക്സിന് എന്ത് വരുമ്പോഴായിരിക്കും ഇത് 0 ആവുക? ഈ വാല്യൂ 0 ആവുക ഓഡ് മൾട്ടിപ്പിൾ 2n + 1π/2, 1π/2, 3π/2, 5π/2 ഇങ്ങനെയുള്ള വാല്യൂസ് വരണം എക്സിന്. അപ്പോൾ ഇത് 0 ആകും. ഇതെപ്പോൾ 0 ആകും? സൈൻ്റെ ഹൈപ്പർബോളിക് വാല്യൂ 0 ആവണമെങ്കിൽ y 0 ആവണം. ആ വാല്യൂ 0 ആവണം. അപ്പോഴേ സൈൻ കൊടുക്കുമ്പോൾ 0 ആവുന്നുള്ളൂ നമ്മൾ. അപ്പോൾ എക്സിന് ഇത് വരുമ്പോൾ ഇത് 0, വൈക്ക് ഇത് വരുമ്പോൾ ഇത് 0. ഇത് രണ്ടും ഒരുമിച്ച് വരുമ്പോഴാണ് ഈ രണ്ട് ടേമിൻ്റെ സമ്മ് 0. അപ്പോഴാണ് മോഡ് കോസ് സെഡ് സ്ക്വയർ 0. അപ്പോഴാണ് മോഡ് കോസ് സെഡ് തന്നെ 0 ആവുന്നുള്ളൂ. റൈറ്റ്? സോ therefore cos z is equal to 0 implies x is equal to 2n + 1π/2 ആവണം ആൻഡ് y equal to 0 ആകണം. ആൻഡ് എന്ന് എഴുതാം, രണ്ടും വരണം. ആൻഡ് y equal to 0 ആവണം. y 0 ആണെങ്കിൽ z is equal to x + iy ആണല്ലോ. y 0 ആണെങ്കിൽ പിന്നെ z-ന് എന്ത് മാത്രം നോക്കിയാൽ മതി? x മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ cos z equal to 0 implies z is equal to 2n + 1π/2. അപ്പോൾ ഈ പോയിൻറ്റ്സിലേക്കാണ് നമ്മുടെ z cos z 0 ആകുന്നത്. ഇതാണ് cos z-ൻ്റെ 0, ഇതാണ് sin z-ൻ്റെ 0. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിൻ്റെ സീറോസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അതായത് കോംപ്ലെക്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിൻ്റെ സീറോസ്. ഓൾറെഡി വി നോ ദ ഡെഫിനേഷൻസ്. വാട്ട് ഈസ് sin h z? sin h z is equal to e raised to z minus e raised to minus z divided by 2. അതേപോലെ cos h z എന്ന് പറഞ്ഞാൽ e raised to z plus e raised to minus z divided by 2 ആണ്. റൈറ്റ്? ഇനി ഞാൻ ഈ ഇക്വേഷനെ ഞാൻ z-ന് പകരം i z റീപ്ലേസ് ചെയ്യുന്നു. റീപ്ലേസ് z by i z, അതായത് z-ന് പകരം i z കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? sin h i z കണ്ടുപിടിക്കാൻ പറ്റും. അതായത് z-ന് പകരം i z മൈനസ് e raised to minus i z divided by 2. അതേപോലെ cos h i z will become e raised to i z plus e raised to minus i z whole divided by 2. ഇങ്ങനെയായി മാറും. ശരിയല്ലേ? ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് നമുക്കിതാണ് കിട്ടുന്നത്. ഓക്കെ. സോ ഇത് ഏതിൻ്റെ ഇക്വേഷനാണ്? ഇത് നമുക്ക് എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? e raised to i z plus e raised to minus i z divided by 2. ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്? cos z-ൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ എനിക്ക് എന്ത് എഴുതാം? cos h i z എന്ന് പറഞ്ഞാൽ വേറൊന്നും തന്നെയല്ല cos z ആണെന്ന് എഴുതാം. പക്ഷേ ഇതെന്തല്ല? sin z-ൻ്റെ ഇക്വേഷൻ ഇതല്ല. sin z-ൻ്റെ ഇക്വേഷനിൽ ഒരു 2i കൂടെ വരണം, ഇവിടെ ഒരു i വരണം. ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന പറയും? ഇക്വേഷൻ്റെ e raised to i z അവിടെയുണ്ട്, മൈനസ് e raised to minus i z അവിടെയുണ്ട്, 2 അവിടെയുണ്ട്. ഞാനിവിടെ ഒരു i ഇട്ട് കൊടുക്കുന്നു. അതേപ്പോൾ ഒരു i ഇവിടെ കൊടുത്താൽ ഇവിടെ ഒരു i കൊടുക്കണം, എന്നാലേ ക്യാൻസൽ ചെയ്ത് പോവുള്ളൂ. ഇങ്ങനെ എഴുതി. സോ i ഇൻറ്റു വാട്ട് ഈസ് ദിസ്? ഇതെന്തിൻ്റെ ഇക്വേഷനാണ്? ഇത് sin z-ൻ്റെ ഇക്വേഷനാണ്. e raised to i z minus e raised to minus i z divided by 2 is the equation of sin z. So I sin z. അപ്പോൾ sin h i z can be written i into sin z and cos h i z can be written cos z. അപ്പോൾ ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ cos z ഉം sin z-ൻ്റെ ഒക്കെ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് അത് ഫൈൻഡ് ഔട്ട് ചെയ്തതെന്ന്. അപ്പോൾ അതുപയോഗിച്ച് നമുക്ക് sin h i z-നെയും cos h i z-നെയും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഞാൻ ഇതിനൊരു ഇക്വേഷൻ 1 എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓൾറെഡി cos z-ൻ്റെയും sin z-ൻ്റെയും ഡെഫിനേഷൻ അറിയാലേ. വി ഹാവ് cos z is equal to, what is cos z? cos z എന്ന് പറഞ്ഞാൽ ഇതാണ്, എന്താ? e raised to i z plus e raised to minus i z divided by 2 ആണ്. ആൻഡ് sin z is equal to e raised to i z minus e raised to minus i z divided by 2i ആണ്. ഈ ഇക്വേഷനെ അല്ലെങ്കിൽ ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു? z-നെ i z വെച്ച്, ഇതേപോലെ z-നെ i z വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. സോ റീപ്ലേസ് z by i z. അപ്പോൾ എന്ത് സംഭവിക്കും? ഐ ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് cos i z അല്ലേ. cos i z is equal to e raised to i into z-ന് പകരം i z കൊടുക്കണം, മൈനസ് e raised to minus i into z-ന് പകരം i z കൊടുത്തു ഡിവൈഡഡ് ബൈ 2. അതേപോലെ ഇവിടെയും sin of i z equal to e raised to i z minus I will be here, i z will be here divided by 2i. So cos i z is equal to e raised to I into I is I square is minus 1, so this will be minus z, minus e raised to minus I square will be I into I will be I square is minus 1 into this minus will be plus വരും. So z only divided by 2, comma cos of I z, sin അല്ലേ, sin of I z will become I into I is I square is minus 1, so e raised to minus z. I into I is I square into minus 1,
അത് വിൽ ബി പ്ലസ് വരും അല്ലേ, മൈനസ് ഇ റേസ് ടു സെഡ് ഡിവൈഡഡ് ബൈ 2i. ഓക്കെ, സോ ഇതെന്തിൻ്റെ ഡെഫിനിഷനാണോ നോക്കൂ. കോസ് ഐ സെഡ് ഇസ് ഈക്വൽ ടു, ഇതെന്തിൻ്റെ ഡെഫിനിഷനാണ്, ഇ റേസ് ടു, ഇവിടെ ശരിക്കും ഒരു മൈനസിൻ്റെ പ്രശ്നമുണ്ട് അല്ലേ. ഓക്കെ, ദർ ഇസ് എ മിസ്റ്റേക്ക്, ഹിയർ ഇറ്റ് ഈസ് പ്ലസ്, ഹിയർ ആൾസോ ഇറ്റ് മസ്റ്റ് ബി പ്ലസ് അല്ലേ, ഇങ്ങനെ എഴുതിയപ്പോൾ തെറ്റി വന്നതാണ്. സൈനിൻ്റെ കേസിൽ മൈനസും കോസിൻ്റെ കേസിൽ പ്ലസ്സും ആണ് കേട്ടോ. സോ ദിസ് വിൽ ബി പ്ലസ്, ഐ എം സോറി. ഓക്കെ, സോ ഇതെന്തിൻ്റെ ഡെഫിനേഷനാണ് നോക്കൂ, ഇ റേസ് ടു സെഡ്, ഇ റേസ് ടു മൈനസ് സെഡ് ഡിവൈഡഡ് ബൈ 2. ഇതാണ് അല്ലേ, ഇതെന്താണ്, കോസ് എച്ച് സെഡ് ആണ്, കോസ് എച്ച് സെഡ്. സോ കോസ് ഐ സെഡ് ക്യാൻ ബി റിട്ടൺ കോസ് എച്ച് സെഡ്. ശരി, സൈൻ ഓഫ് ഐ സെഡിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കിയേ. ഇ റേസ് ടു സെഡ് മൈനസ് ഇ റേസ് ടു മൈനസ് സെഡ് ഡിവൈഡഡ് ബൈ 2 വന്നാലേ സൈൻ എച്ച് സെഡ് എന്ന് എനിക്കിതിനെ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഐ ഇവിടെ ഉണ്ട്, അവിടെ ആണെങ്കിൽ ഐ ഇല്ല അല്ലേ. അപ്പോൾ എനിക്ക് 1/iനെയും ഒരു മൈനസും പ്രശ്നമാണ് ഇവിടെ. ആദ്യം ഇ റേസ് ടു സെഡാണ് വരേണ്ടത്, ഇവിടെ ആദ്യം ഇ റേസ് ടു മൈനസ് ഐ സെഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം ന്യൂമറേറ്ററിൽ നിന്നും ഒരു മൈനസ് ഔട്ട് സൈഡ് എടുക്കുന്നു. അപ്പോൾ എന്താ വരിക, ഇതിൽ നിന്നൊരു മൈനസ് പോയി കഴിഞ്ഞാൽ ഇ റേസ് ടു സെഡ് മൈനസ് ഇ റേസ് ടു മൈനസ് സെഡ് എന്ന് എഴുതാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് തന്നെ കിട്ടും. ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇവിടെ എഴുതി, ഒരു ഐ ഇവിടെ ഉണ്ടല്ലോ അതിന് താഴെ എഴുതി. സോ മൈനസ് എന്ന് പറഞ്ഞാൽ -1 എന്നാണല്ലോ അർത്ഥം, റൈറ്റ്. മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ -1 കൊണ്ട് മൾട്ടിപ്ലൈ എന്നാണല്ലോ അർത്ഥം. അപ്പോൾ ഇങ്ങനെ എഴുതിയാലും ഇത് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, സോ ദിസ് -1 ക്യാൻ ബി റിട്ടൺ. വാട്ട് ഈസ് -1? യു നോ ഐ സ്ക്വയർ ഈസ് -1. സോ ഇൻസ്റ്റെഡ് ഓഫ് -1 ഐ റൈറ്റ് ഇറ്റ് ആസ് ഐ സ്ക്വയർ. സോ ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഐ, ഇ റേസ് ടു സെഡ് മൈനസ് ഇ റേസ് ടു മൈനസ് സെഡ് ഡിവൈഡഡ് ബൈ 2. അതായത് ഇത് തന്നെയാണ്. ഇതെന്തിൻ്റെ ഡെഫിനേഷനാണ്, സൈൻ എച്ച് സെഡിൻ്റെ ഡെഫിനേഷനാണ്. സോ സൈൻ ഓഫ് ഐ സെഡ് ക്യാൻ ബി റിട്ടൺ ദിസ്, which is equal to ഐ സ്ക്വയറിൽ ഒരു സ്ക്വയറും ഐയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് ഐ ഇൻറ്റു, ഇവിടെ ഒരു ശരിയല്ലേ, സൈൻ എച്ച് സെഡ്. സോ സൈൻ ഓഫ് ഐ സെഡ് ക്യാൻ ബി റിട്ടൺ ഐ ഇൻറ്റു സൈൻ എച്ച് സെഡ്. സോ ദർഫോർ കോസ് എച്ച് സെഡ് നമുക്ക് എന്ത് കിട്ടുന്നു, കോസ് എച്ച് സെഡ് എന്ന് പറഞ്ഞാൽ കോസ് ഐ സെഡ് ആണെന്ന് കിട്ടി. റെഡി, കോസ് എച്ച് സെഡ് എന്ന് പറഞ്ഞാൽ കോസ് ഐ സെഡ് ആണ് നമുക്കിപ്പോൾ കിട്ടിയത് ഒരു ഇക്വേഷൻ. ആൻഡ് അടുത്തത് എന്താ നമുക്ക് കിട്ടുന്നത്, ഇവിടുന്ന് സൈൻ എച്ച് സെഡ് എന്താണെന്ന് എഴുതാം നമുക്ക്. സൈൻ ഐ സെഡ് ആണ്, ഐ ഇൻറ്റു സൈൻ എച്ച് സെഡ്. സോ സൈൻ എച്ച് സെഡ് എന്തായി മാറും, അതായത് ഇത് ഈ ഐ ഇങ്ങോട്ട് വരില്ലേ. സോ 1/i ഇൻറ്റു സൈൻ ഐ സെഡ്, എങ്ങനെ എഴുതാം അല്ലേ, 1/i ഇൻറ്റു സൈൻ ഐ സെഡ്. ഇവിടെയും തന്നെ ഈ ഐനെ 1/iനെ ഡിനോമിനേറ്ററിൽ ഐ എഴുതുന്നത് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഞാൻ ഒരു ഐ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദിസ് ന്യൂമറേറ്റർ ഐ ക്യാൻ ബി റിട്ടൺ മൈനസ് ഐ സ്ക്വയർ ഇൻറ്റു സൈൻ ഐ സെഡ് ഡിവൈഡഡ് ബൈ ഐ. നോക്കൂ, ഇത് ശ്രദ്ധിക്കണേ, ഈ 1ന് പകരം ഞാൻ എന്തെന്നു മൈനസ് ഐ സ്ക്വയർ എന്ന് എഴുതി. കാരണം ഐ സ്ക്വയർ -1 ആണ്, -1ഉം ഈ മൈനസും കൂടി ചേർക്കുമ്പോൾ +1 ആയി മാറില്ലേ, മാറും. അതുകൊണ്ട് ഈ 1ന് പകരം എനിക്ക് ഇങ്ങനെ എഴുതാം, ഇവിടുത്തെ സ്ക്വയറും ഒരു ഐയും ക്യാൻസൽ ചെയ്തു. സോ വി ഗെറ്റ്, ഐ റൈറ്റ് ഹിയർ സൈൻ എച്ച് സെഡ് ക്യാൻ ബി റിട്ടൺ, എന്താ വരണേ, ഇവിടുത്തെ ഒരു ഐയും പോയാൽ -i ഇൻറ്റു സൈൻ ഐ സെഡ് എന്ന് കിട്ടും, -i ഇൻറ്റു സൈൻ ഐ സെഡ്. So these are the equations for cos h z and sin h z. ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത് sin h i z ഉം cos h i z ഉം, ഇപ്പോൾ കണ്ടുപിടിച്ചത് cos h z ഉം sin h z ഉം. Ready? Okay. So now we will see what are the zeros. So how will you find out the zeros of hyperbolic function? So hyperbolic function ആയ sin h z അല്ലേ, അതിലെ ആദ്യത്തെ ഫംഗ്ഷൻ sin h z 0 ആവുന്ന z ഏതൊക്കെ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഏതെല്ലാം പോയിൻറ്റ്സിലാണ് സൈൻ എച്ച് സെഡ് 0 ആവുന്നത്. സോ സൈൻ എച്ച് സെഡ് 0 ആവണമെങ്കിൽ എന്താണ് സൈൻ എച്ച് സെഡ് എന്ന് അറിയണ്ടേ. വാട്ട് ഈസ് സൈൻ എച്ച് സെഡ്? സൈൻ എച്ച് സെഡ് ഇസ് ഈക്വൽ ടു, വി ഡിറൈവ്ഡ് ദാറ്റ് സൈൻ എച്ച് സെഡ് ഇസ് ഈക്വൽ ടു -i ഇൻറ്റു സൈൻ ഐ സെഡ്. ഇത് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദർഫോർ സൈൻ എച്ച് സെഡ് ഇസ് ഈക്വൽ ടു -i ഇൻറ്റു സൈൻ ഐ സെഡ്. വാട്ട് ഈസ് സൈൻ സെഡ്? സൈൻ സെഡ് എന്താണെന്ന് നമുക്കറിയാം. We have sin z is equal to sin x cos hy അല്ലേ, sin x cos hy പ്ലസ് i ഇൻറ്റു cos x sin hy. ഇതറിയാം. പക്ഷെ സൈൻ സെഡ് ആണെങ്കിലല്ലേ നമുക്ക് അതിവിടെ റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. പകരം ഐ സെഡ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സെഡും ഐ സെഡും തമ്മിലുള്ള വ്യത്യാസം അറിയണം നമ്മൾ. സെഡ് x പ്ലസ് ഐ വൈ ആണെങ്കിൽ
ആ എക്സും വൈയും ആണ് ഇവിടെയൊക്കെ എഴുതേണ്ടത്. പക്ഷേ IZ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ IZ എന്ന് പറഞ്ഞാൽ I ഇൻറ്റു എക്സ് പ്ലസ് IY ആണ് അല്ലേ? അതായത് IX പ്ലസ് I²Y ഈ I ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി ഗെറ്റ് IX മൈനസ് Y. അപ്പോൾ ഇവിടുത്തെ റിയൽ പാർട്ട് -Y ആണ്, പ്ലസ് I ഇൻറ്റു എക്സ്. ഇവിടുത്തെ ഇമാജിനറി പാർട്ട് എക്സ് ആണ്. ശരിയല്ലേ? നോക്കൂ, I ഇല്ലാത്തത് ആദ്യം, I ഉള്ളത് പിന്നീട്. അങ്ങനെയല്ലേ നമ്മൾ A പ്ലസ് IB എന്നല്ലേ എഴുതുക. അപ്പോൾ IZ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതുക. അപ്പോൾ ഇവിടുത്തെ എക്സ് ആണ്, റിയൽ പാർട്ടായ എക്സ് ആണ് -Y. ഇവിടുത്തെ ഇമാജിനറി പാർട്ടായ Y ആണ് എക്സ്. അപ്പോൾ ഇത് മാറ്റി ഇവിടെ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ സൈൻ IZ പറയൂ. സൈൻ എക്സ്. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ? -Y. അപ്പോൾ സൈൻ ഓഫ് -Y. കോസ് HY. കോസ് HY എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടാണ് നമ്മൾ എടുക്കാറ് സെഡിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇവിടുത്തെ ഇമാജിനറി പാർട്ട് എക്സ് ആണ്, കോസ് HX. ബ്രാക്കറ്റ് കൊടുക്കുക കേട്ടോ. പ്ലസ് I ഇൻറ്റു കോസ് എക്സ്. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ റിയൽ ആണ് കൊടുക്കേണ്ടത്. ഇവിടുത്തെ റിയൽ -Y. സൈൻ HY. സൈൻ HY എന്ന് പറഞ്ഞാൽ ഇമാജിനറി ആണ്, ഇവിടുത്തെ ഇമാജിനറി എക്സ് ആണ്. സോ ദിസ് വിച്ച് ഈസ് ഈക്വൽ ടു, ഈ -I കൊണ്ട് ഉള്ളിലേക്ക് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുകയാണേ. ഓക്കെ, -I അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാം. സൈൻ ഓഫ് -Y. വാട്ട് ഈസ് സൈൻ ഓഫ് -Y? മൈനസ് സൈൻ Y, കോസ് HX. കോസ് ഓഫ് -Y എന്ന് പറഞ്ഞാൽ കോസ് Y തന്നെയാണ്. സോ I ഇൻറ്റു കോസ് Y സൈൻ HX എന്ന് തന്നെ എഴുതിയാൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. മൈനസ് വിൽ ബി പ്ലസ് I ഇൻറ്റു സൈൻ Y കോസ് HX. Minus plus will be minus, I into I will be I square. I square is -1. So this will be again plus cos Y sin HX. അപ്പോൾ ഇതാണ് നമ്മളുടെ sin HZ. അല്ലെങ്കിൽ ഒന്നുകൂടി വൃത്തിയായി എഴുതിയാൽ sin HZ is equal to A plus IB ഫോർമാറ്റിൽ എഴുതിയാൽ, അല്ലെങ്കിൽ U plus IB ഫോർമാറ്റിൽ എഴുതിയാൽ cos Y sin HX ഇത് റിയൽ പാർട്ട്, പ്ലസ് I ഇൻറ്റു ഇമാജിനറി പാർട്ട് എന്താ പറയുന്നത്? sin Y cos HX. സോ ഇതാണ് സൈൻ HZൻ്റെ ഡെഫിനേഷൻ അല്ല, അതിന് U plus IV ഫോർമാറ്റിലേക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാമല്ലോ, റെപ്രസെൻറ്റ് സൈൻ HZ ഇൻ ടേംസ് ഓഫ് U plus IV ഇൻ ദി ഫോം ഓഫ് U plus IV എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എഴുതണം. സൈൻ HZനെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ എഴുതിക്കൊണ്ടുവരണം. ഓക്കെ, സോ ഇതാണ് വാല്യൂസ് വരുന്നത്. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ വാല്യൂസിനാണ് സൈൻ HZ 0 ആവുന്നത്. ഇഫ് സൈൻ HZ is equal to 0, then മോഡുലസ് ഓഫ് സൈൻ HZ square will be equal to real part square plus imaginary part square. Here the real part is cos Y, that is cos square sin H square X plus I will be I എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. that is sin square Y cos H square X. so which is equal to cos square Y sin H square X അവിടെ നിർത്തുന്നു, sin square Y ഇവിടെ ഉണ്ട്. cos H square Xനെ നമുക്ക് 1 plus sin H square X എന്ന് എഴുതാം. വി ഹാവ് ദി ഈക്വാലിറ്റി നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. സോ വിച്ച് ഈസ് ഈക്വൽ ടു cos square Y sin H square X അവിടെ ഉണ്ട്, പ്ലസ് 1 ഇൻറ്റു സൈൻ സ്ക്വയർ Y സൈൻ സ്ക്വയർ Y പ്ലസ് സൈൻ സ്ക്വയർ Y ഇൻറ്റു സൈൻ H സ്ക്വയർ X. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് രണ്ട് ടേമിലും നോക്കൂ സൈൻ H സ്ക്വയർ X കോമൺ ആണ്. സോ സൈൻ H സ്ക്വയർ X ഔട്ട് സൈഡ് എടുത്താൽ വി വിൽ ഗെറ്റ് കോസ് സ്ക്വയർ Y പ്ലസ് സൈൻ സ്ക്വയർ Y ഉണ്ടാവും. പിന്നെ അത് കൂടാതെ ഒരു സൈൻ സ്ക്വയർ Y കൂടെ ഉണ്ട്. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് എന്താണത്? കോസ് സ്ക്വയർ X പ്ലസ് സൈൻ സ്ക്വയർ X 1 ആണ്, ഇത് 1 ആവും. 1 ഇൻറ്റു സൈൻ H സ്ക്വയർ X ഈസ് സൈൻ H സ്ക്വയർ X പ്ലസ് സൈൻ സ്ക്വയർ Y. ഇതാണ് മോഡുലസ് ഓഫ് സൈൻ HZ സ്ക്വയർ. അപ്പോൾ സൈൻ HZ 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോഡുലസ് 0 അല്ലേ. സോ നോക്കൂ, സൈൻ HZ ഈക്വൽ ടു 0 implies modulus of sin HZ equal to 0, which means modulus of sin HZൻ്റെ സ്ക്വയർ 0. ഈ സ്ക്വയറാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ദാറ്റ് ഈസ് സൈൻ H സ്ക്വയർ X പ്ലസ് സൈൻ സ്ക്വയർ Y ഈക്വൽ ടു 0. So this equal to 0 means sin H square X equal to 0 and sin square Y equal to 0. ഇപ്പോൾ സൈൻ്റെ ഏത് വാല്യൂസിനാണ്, അതായത് ഹൈപ്പർബോളിക് സൈനിൻ്റെ എക്സ് 0 എന്ന് പറഞ്ഞാൽ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ ആ എക്സ് എന്തായി മാറും? 0 ആയി മാറും. ആൻഡ് സൈൻ സ്ക്വയർ Y 0 എന്ന് പറഞ്ഞാൽ സൈൻ Y 0 എന്ന് വിചാരിച്ചോളൂ. സൈനിൻ്റെ ഏത് വാല്യൂസിനാണ് 0 കിട്ടുന്നത്? Y ഈക്വൽ ടു nπ ആകുമ്പോൾ അല്ലേ, പൈയുടെ മൾട്ടിപ്പിൾസിനാണ് കിട്ടുന്നത്. സോ Y will be ഈക്വൽ ടു nπ.
മനസ്സിലാവുണ്ടോ? സൈൻ എച്ച് ഹൈപ്പർബോളിക് സൈൻ 0 ആവണമെങ്കിൽ ആ വാല്യൂ 0 ആയിരിക്കണം. പക്ഷേ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ സൈൻ 0 ആവുന്നുണ്ടെങ്കിൽ അത് വാല്യൂ എന്തായിരിക്കും? എം പൈസ് ആയിരിക്കും. പൈയുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. സൈൻ പൈ 0, സൈൻ 180 0, സൈൻ 360 0, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻ പൈസ് ഒക്കെ 0 ആണ്. അപ്പോൾ എക്സ് 0, വൈ എൻ പൈ ആണ്. അപ്പോൾ സെഡ് എന്തായിരിക്കും? സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പോൾ എക്സ് പ്ലസ് ഐ വൈയിൽ എക്സ് 0, ഐ ഇൻറ്റു വൈ ഈസ് എൻ പൈ. സോ വി ഗെറ്റ് എന്താ വരിക? എൻ പൈ ഐ അല്ലേ സെഡ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക്? സൈൻ എച്ച് സെഡ് 0 ഇംപ്ലൈസ് സെഡ് ഈക്വൽ ടു എൻ പൈ ഐ. അതിൻ്റെ അർത്ഥം സൈൻ എച്ച് സെഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ്റെ സീറോസ് എന്ന് പറയുന്നത് എൻ പൈ ഐ ആണ്. അഥവാ കോംപ്ലക്സ് നമ്പേഴ്സ് തന്നെയാണ് അവിടുത്തെ സീറോസ് ആയിട്ട് വരുന്നത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ നമുക്ക് കോസ് എച്ച് സെഡിൻ്റെ സീറോസും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. വാട്ട് ആർ ദ സീറോസ് ഓഫ് കോസ് എച്ച് സെഡ്? അപ്പോൾ കോസ് എച്ച് സെഡ് 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോഡുലസ് വാല്യൂ 0 എന്ന് എടുക്കാം നമുക്ക്. മോഡുലസ് വാല്യൂ 0 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയറും 0 ആയിരിക്കും. വാട്ട് ഈസ് കോസ് എച്ച് സെഡ് സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇതറിയാലോ അല്ലേ? കോസ് എച്ച് സെഡിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം. അതുപയോഗിച്ച് നമുക്കതിൻ്റെ മോഡുലസ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. നോക്കാം. അപ്പം ഇതിൻ്റെ മോഡുലസ് എന്ത് വരും നോക്കാം. വി ഹാവ് കോസ് എച്ച് സെഡ് എന്ന് പറഞ്ഞാൽ കോസ് ഐ സെഡ് ആണെന്നറിയാം. അപ്പോൾ ഈ കോസ് എച്ച് സെഡിന് പകരം ഐ വിൽ റൈറ്റ് കോസ് ഐ സെഡ് ആണെന്നറിയാം. കോസ് സെഡിൻ്റെ ഫോർമുലയാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എപ്പോഴാണത് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിലുള്ള ഫോർമുലയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് ആവശ്യം കോസ് ഐ സെഡ് ആണ്, കോസ് സെഡ് അല്ല. അപ്പോൾ ഈ കോസ് ഐ സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വാട്ട് ഈസ് ഐ സെഡ്? ഐ സെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് നമ്മൾ ഓൾറെഡി അപ്പോഴേയും പറഞ്ഞു. ഐ സെഡ് എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ ആണ്. അതായത് ഐ എക്സ് മൈനസ് വൈ ആണ്. അതായത് ഇവിടുത്തെ റിയൽ പാർട്ട് വൈ മൈനസ് വൈയും ഇമാജിനറി പാർട്ട് എക്സുമാണ്. ശരിയല്ലേ? അപ്പോഴേയും പറഞ്ഞു ഇത്. ഓക്കെ. അപ്പോൾ യൂസിങ് ദിസ് ഐഡിയ ഇവിടുത്തെ എക്സ് മൈനസ് വൈ ആണ്, വൈ എക്സ് ആണ്. അപ്പോൾ ഇതിവിടെ കൊടുത്താൽ എന്ത് വരും? കോസ് എക്സ്, എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുക്കണം മൈനസ് വൈ. കോസ് എച്ച് വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുക്കേണ്ട ഇമാജിനറി പാർട്ട് എക്സ് ആണ്. മൈനസ് ഐ ഇൻറ്റു സൈൻ എക്സ്, ദാറ്റ് മീൻസ് സൈൻ ഓഫ് മൈനസ് വൈ. സൈൻ എച്ച് വൈ, ഇവിടെ വൈ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. സോ ദാറ്റ് ഈസ് കോസ് ഓഫ് ഐ സെഡ് എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് മൈനസ് വൈ വിൽ ബി കോസ് വൈ ഇറ്റ് സെൽഫ്, കോസ് എച്ച് എക്സ്. ഓക്കെ. സൈൻ ഓഫ് മൈനസ് വൈ ഈസ് മൈനസ് സൈൻ വൈ. ആ മൈനസും ഈ മൈനസും കൂടെ ഇവിടെ പ്ലസ് ആവും. സൈൻ വൈ സൈൻ എച്ച് എക്സ്. സോ ഇതാണ് കോസ് ഐ സെഡ്. കോസ് ഐ സെഡ് എന്തിനോട് ഈക്വലൻ്റ് ആണ്? കോസ് എച്ച് സെഡിനോട് ഈക്വൽ ആണ്. അപ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു കോസ് എച്ച് സെഡ്. ഓക്കെ. അപ്പോൾ മോഡുലസ് ഓഫ് കോസ് എച്ച് സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇവിടുത്തെ ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ 0 എന്നാണ് അർത്ഥം. സോ ഐ വിൽ റൈറ്റ് ഹിയർ ഇറ്റ് ഈസ് കോസ് വൈ കോസ് എച്ച് എക്സ് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് എന്താ? സൈൻ വൈ സൈൻ എച്ച് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. ഒരുപാട് ഡെറിവേഷൻസ് വരുന്നുണ്ട്, കൺഫ്യൂഷൻസ് ഉണ്ടാവും. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് ഈ ഫോർമുലാസ് ഓർത്ത് വെച്ച് പഠിക്കണം കേട്ടോ. ദാറ്റ് ഈസ് കോസ് സ്ക്വയർ വൈ കോസ് എച്ച് സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ വൈ സൈൻ എച്ച് സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് കോസ് സ്ക്വയർ വൈ കോസ് എച്ച് സ്ക്വയർ എക്സിനെ നമുക്ക് 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. സൈൻ സ്ക്വയർ വൈയും സൈൻ എച്ച് സ്ക്വയർ എക്സും ഇവിടെയുണ്ട് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ വൈ പ്ലസ് കോസ് സ്ക്വയർ വൈ ഇൻറ്റു സൈൻ എച്ച് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ വൈ ഇൻറ്റു സൈൻ എച്ച് സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് കോസ് സ്ക്വയർ വൈ ഈസ് ഹിയർ. ഈ രണ്ട് ടേമിലും കോമൺ ടേം സൈൻ എച്ച് സ്ക്വയർ എക്സ് ആണ്. സോ ദാറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. അപ്പോൾ ഉള്ളിൽ കോസ് സ്ക്വയർ വൈയും സൈൻ സ്ക്വയർ വൈയുമാണ് ഉണ്ടാവുക. നമുക്കറിയാം കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ സ്ക്വയർ വൈ 0 ആണ്. സോ ദാറ്റ് വി വിൽ ഗെറ്റ് കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. റൈറ്റ്. ഇനി ഇതെപ്പോഴാണ് 0 ആവുക? കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് 0 എന്ന് പറഞ്ഞാൽ കോസ് വൈ 0 ആവുന്നതും സൈൻ എച്ച് 0 ആകുന്ന ആൾക്കാരെയും നമ്മൾ നോക്കണം. സൈൻ എച്ച് 0 പറഞ്ഞാൽ എക്സ് 0, അതവിടെ കഴിഞ്ഞു. കോസ് വൈ 0 എന്ന് പറഞ്ഞാൽ കോസിൻ്റെ ഏത് വാല്യൂസിനാണ് 0 കിട്ടുക? വൈ വിൽ ബി ദി ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് പൈ ബൈ 2 ആണ് അല്ലേ? കോസിൻ്റെ ഏത് വാല്യൂസാണ് 0 ആവുന്നത്? ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് പൈ ബൈ 2 ആണ്. അപ്പോൾ വൈ എന്താവണം?
2n plus 1 pi by 2 ആവണം. സൈൻ എച്ച് എക്സ് 0 പറഞ്ഞാൽ ഹൈപ്പർബോളിക് സൈനാണ്. ഹൈപ്പർബോളിക് സൈൻ 0 ആവുന്നത് എക്സ് 0 ആകുമ്പോഴാണ്. അപ്പോൾ ഇവിടെ നിന്ന് എക്സും വൈയും കിട്ടി. എക്സും വൈയും കിട്ടിയാൽ നമുക്ക് സെഡ് എഴുതാലോ. സോ വാട്ട് ഈസ് സെഡ്? സെഡ് വിൽ ബി ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ് നമ്മുടെ സെഡ്. ഇവിടെ നിന്ന് എക്സ് 0 ആണ്. അപ്പോൾ 0 പ്ലസ് ഐ ഇൻറ്റു വൈ എന്ത് വരും? 2n plus 1 pi by 2. സോ ദാറ്റ് ഈസ് 2n plus 1 pi by 2 ഐ ആണ് സെഡ്. എന്താണ് ഈ സെഡ്? കോസ് എച്ച് സെഡ് 0 ആകുമ്പോൾ സെഡിന് കിട്ടുന്ന വാല്യൂ ആണ് 2n plus 1 pi by 2 ഐ എന്ന് പറഞ്ഞാൽ കോസ് എച്ച് സെഡിൻ്റെ സീറോസ് ആണ് ഇവർ. സോ ദീസ് ആർ ദ സീറോസ് ഓഫ് സെഡ് ഈക്വൽ ടു 2n plus 1 pi by 2 ആർ ദ സീറോസ് ഓഫ് കോസ് എച്ച് സെഡ്. സോ ഈ രീതിയിൽ നമുക്ക് സൈൻ എച്ച് സെഡിൻ്റെയും കോസ് എച്ച് സെഡിൻ്റെയും സീറോസ് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും.